ഈ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് ഡേ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും. അപ്പോൾ എന്തുമാത്രം ക്യാപ്ചർ ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇപ്പം സമയം 8 മണിയായിട്ടുണ്ട്. അവിടെ 9:30 എന്താണ് പരിപാടി ആരംഭിക്കുന്നത്. നമ്മൾ നേരത്തെ പോയി അവിടെ പോസ്റ്റ് ആവേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇപ്പം നമുക്ക് ഇന്നലെ നമ്മുടെ കോളേജിൽ എത്നിക് ഡേ ഒക്കെ ഉണ്ടായിരുന്നു. വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നമ്മളവിടെയൊക്കെ ചുമ്മാ പോയി ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ പോയി കളറായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നിങ്ങൾ ഷോർട്സ് വ്ളോഗ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഷോർട്സിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഷോർട്സാണ് കേട്ടോ, മെയിൻ വ്ളോഗ് എടുത്തില്ല. പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മെയിൻ വ്ളോഗ് എടുക്കാത്തത് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഒരുവിധം അടിപൊളിയായിട്ടുള്ള കുറേ ക്യാപ്ചർ ആക്കാൻ പറ്റുമെന്നാണ് വിചാരം. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ കാട്ടാക്കടയുള്ള നീലപ്പട ഇതേപോലെ ചെണ്ടമേള ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഫ്യൂഷനാണ് കേട്ടോ, വയലിൻ ഫ്യൂഷൻ. അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റിയാണെങ്കിൽ ക്യാപ്ചർ ചെയ്യാം. ഇതിൽ ഇടാൻ പറ്റിയില്ലെങ്കിൽ കോപ്പിറൈറ്റ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു ചാനൽ ഇടുന്നതായിരിക്കും. അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബ് വഴി നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അവിടെ കുറേ കോളേജിൻ്റെ പിള്ളേർ കളിക്കുന്ന ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇതിൽ ഉറപ്പായിട്ടും ഇടുന്നില്ല. ചെറിയ ചെറിയ പോർഷൻ മാത്രമേ ഇടും. വലിയ പോർഷനൊക്കെ ഇട്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. നമ്മൾ വേറെ സിനിമ പാട്ടൊക്കെ ഇട്ട് നമ്മൾ ഇതേപോലെ വീഡിയോ ഇടുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ചാനലിടാം കേട്ടോ. ഞാൻ ഇതേപോലെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ സ്റ്റേജ് പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നേരെ കോളേജിലെത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഫൈനലി കുറച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കാണ്. ഇതല്ല നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് പരിപാടിയൊക്കെ നടക്കുന്നത്. അകത്ത് കയറിയപ്പോൾ തന്നെ ഇവിടെ ലൈറ്റിൻ്റെയും അതോടൊപ്പം തന്നെ സ്പീക്കറിൻ്റെയൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഫുള്ള് സെറ്റായില്ല. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് കൾച്ചറൽ പ്രോഗ്രാം അതോടൊപ്പം തന്നെ ഫ്യൂഷനും ഉണ്ട്. അത് നമ്മൾ പറ്റുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇത് കൊടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വന്നേക്കാണ്. ഓ വീശടാ വീശടാ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഞാൻ പറഞ്ഞു കേട്ടോ. സൂചിക്കുണ്ടോ ഞാൻ പറഞ്ഞത് അല്ലടാ. വലിയ കാര്യത്തില് വീശിയത് വീശിയത് ഇത് അവര് പറഞ്ഞില്ലേ ഇത് ബോർഡർ കട്ട് ചെയ്തളയെ. നമ്മളടിച്ചോ പറഞ്ഞ് ബോർഡർ കട്ട് ചെയ്തളെ. വീട്ടിൽ കിടക്കും, എന്റെ വീട്ടിൽ കിടക്കും. അതെന്താടാ മോയ് മോയ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മമാര് കൊടിയൊക്കെ അടിച്ച് സിറ്റാണ്. നമ്മളെ കൊടി എവിടെയാ? വീട്ടിൽ എൻ്റെ വീട്ടിൽ ഇരിക്കും. പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു. അങ്ങനെ നമ്മൾ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത യൂട്യൂബ് വീഡിയോ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കാണുമ്പോൾ മാത്രമാണ് ഇവർ എൻ്റെ യൂട്യൂബ് വീഡിയോ ഇരുന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ക്യാസിൽ വേണമെങ്കിൽ അവരുടെ ഡാൻസിൻ്റെ പാട്ടൊക്കെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഡാൻസ് ഇന്നുണ്ടാവും കണ്ടില്ലേ. എന്നിട്ട് എന്നായിട്ട് ആക്കിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉദ്ഘാടന ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇന്നത്തെ കൾച്ചറൽ പ്രോഗ്രാം അതോടൊപ്പം തന്നെ ഫ്യൂഷൻ്റെയും ചെറിയ ചെറിയ ക്ലിപ്പ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ചെയ്താലും മതി കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് അയച്ചിരുന്നതായിരിക്കും. ഇതിൽ ആഡ് ചെയ്ത കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ അല്ലാതെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ ഉദ്ഘാടന ചടങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം വോയിസ് ഓവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ അല്ലാതെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ പാട്ടും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ അതോടൊപ്പം നോയ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വോയിസ് ചെയ്യുന്നത്. സോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ കുറച്ച് എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മൊബൈലിലാണ്. എൻ്റെ മൊബൈലിൽ ക്ലാരിറ്റി ഇല്ല, അതോടൊപ്പം തന്നെ ഇരുട്ടാണെങ്കിൽ ഒട്ടും ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് മൊബൈൽ വാങ്ങിച്ചാണ് ഈ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ ട്രോഫിയും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന ചടങ്ങിലോട്ടാണ് അടുത്ത് പോയത്. ഇപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട്. എൻ്റെതും അതിലുണ്ടാട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു മാരത്തോൺ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് ഇപ്പം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പോയില്ല, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൊണ്ടാണ് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് വരുന്നത് കേട്ടോ. എവിടെ എൻ്റെത് എവിടെ എൻ്റെത് എവിടെ എൻ്റെത് എല്ലാം എൻ്റെത് 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 ആ അത് കൊള്ളാം കൊള്ളാം. ആ എൻ്റെത് കിട്ടി. കട്ടിയുണ്ടാ എബി ഒന്നില്ലേ? ഗൈസ് അന്ന് മാരത്തോണിന് പോയില്ലേ? അത് ഓടായി അളിയാ ആൽബിനെ ഏതാ നിൻ്റെത്? നീ ഇല്ലല്ലോ ഇവിടെ. കട്ടിയുണ്ടോ ഇത്? ആ നമ്മളെ വിളിച്ചില്ല പോവാൻ വേണ്ടി. വിളിച്ച് എന്നാലും പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡാൻസും ഒരുപാട് പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഓഡിയോ കൊടുക്കാത്തത്. സോ നമുക്ക് ചെറിയ ചെറിയ ക്ലിപ്പ് കാണാവുന്നതാണ്. അങ്ങനെ ഫുഡും കഴിച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്നപ്പം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത സംഭവം വന്നിരിക്കുകയാണ്, ഫ്യൂഷൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസം വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. അതിൻ്റെ ചെറിയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വാ.
ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അടിപൊളിയായിട്ട് തന്നെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ചെണ്ട ഫ്യൂഷനും അതോടൊപ്പം തന്നെ കൾച്ചറൽ പ്രോഗ്രാമും ചെറിയ ചെറിയ വ്ളോഗിൻ്റെ ഇതൊക്കെ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഇന്നത്തെ ഒരു കിടിലം ദിവസം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇനി 2 മാസത്തേക്ക് നമ്മുടെ കോളേജ് വ്ളോഗ് കാണില്ല. കാരണം വേറെ ഒന്നുമുണ്ടല്ല, ഇന്നത്തോടെ നമ്മുടെ കോളേജ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ആയിരിക്കും നമ്മുടെ അടുത്ത കോളേജ് വ്ളോഗൊക്കെ ആയിട്ട് വരുന്നത്. സോ അതിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗും പിന്നെ നമ്മുടെ അല്ലാത്ത വ്ളോഗുമായിട്ട് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യും. സോ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൽ സൈനിങ് ഔട്ട്.